കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഫലപ്രദമായ രീതിയിൽ മേൽനോട്ടം വഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ആ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഇന്ന് നിരീക്ഷകരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗം ചേർന്നത്. കമ്മീഷൻ പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം 1444 ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. പൊതുവെ സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം, ആ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഈ യോഗം ഇന്ന് ആരംഭിച്ചത്. ഇതിൽ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുള്ളവരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ നിരീക്ഷകർക്കെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുമുണ്ടായി. തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ എല്ലാവരും കർശനമായി തന്നെ പാലിക്കണം. വോട്ടർമാരുടെ പരാതി എവിടെയെങ്കിലും ഉയരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഫലപ്രദമായ രീതിയിൽ മേൽനോട്ടം വഹിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സ്റ്റെപ്പിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം എന്ന് തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയും ആ നിരീക്ഷകരുമായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തെ. ശരി, ഏതായാലും ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.